CJP അഥവാ കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടി കോൺഗ്രസ് മുൻപോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണങ്ങളിൽ ഒന്നായിരുന്നു കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടി എന്ന ഒരു ആക്ഷേപ പാർട്ടി. അതായത് CPM-ഉം BJP-യും തമ്മിൽ ഒരു അവിശുദ്ധ കൂട്ടുകെട്ടുണ്ട് എന്ന് വെളിപ്പെടുത്തുന്നതിന് വേണ്ടി പാലക്കാട്ടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് കോൺഗ്രസ് ഉയർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം. എന്നാൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് തൊട്ട് തന്നെ BJP-യും CPM-ഉം തമ്മിൽ ഒരു അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടായിരുന്നുവെന്നും ചില മണ്ഡലങ്ങളിൽ UDF-ൻ്റെ സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്തുവാൻ വേണ്ടി CPM-ഉം BJP-യും തമ്മിൽ വലിയ അവിശുദ്ധ കൂട്ടുകെട്ടും ധാരണകളും നടത്തിയിട്ടുണ്ട് എന്ന വെളിപ്പെടുത്തലാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. സ്വാഭാവികമായും 2021 തൊട്ട് തന്നെ ഉയരുന്ന ഒരു ആരോപണമായതുകൊണ്ട് തന്നെ UDF അതിൽ കുറച്ച് ജാഗ്രത പാലിക്കുകയും അതിന് വേണ്ട മുന്നൊരുക്കങ്ങൾ നടത്തുകയും ചെയ്യേണ്ടതായിരുന്നു. എന്നാൽ UDF അത് ചെയ്തിട്ടില്ല എന്നതിൻ്റെ തെളിവാണ് 2024 വലിയ പരാജയത്തിലേക്ക് തൃശ്ശൂരിൽ കോൺഗ്രസ് കൂപ്പുകുത്തിയത്. അതായത് തൃശ്ശൂരിലെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ തൃശ്ശൂരിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ അവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ CPM-ഉം BJP-യും തമ്മിൽ വലിയ ബന്ധമുണ്ടായിട്ടുണ്ട് എന്നുള്ള തരത്തിലേക്കാണ്. അതായത് തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൂരമായ തൃശ്ശൂർ പൂരത്തിൽ CPM-ഉം BJP-യും തമ്മിൽ വലിയ ഒത്തുകളി നടന്നുവെന്നും ADGP MR അജിത് കുമാർ എന്ന പോലീസ് മേധാവി, ഇടതുപക്ഷ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ്റെ തന്നെ ഏറ്റവും അടുത്ത പോലീസ് ഉദ്യോഗസ്ഥനായ ADGP MR അജിത് കുമാറും RSS നേതാക്കന്മാരും തമ്മിൽ കൂടിക്കാഴ്ച നടത്തി എന്നുള്ള ആരോപണം, പ്രകാശ് ജാവേദ്കറുമായി EP ജയരാജൻ കൂടിക്കാഴ്ച നടത്തിയ ആരോപണമാണ്. അങ്ങനെ പലതരം ആരോപണങ്ങൾ കോൺഗ്രസ് ഉയർത്തിയതല്ലാതെ ഇത്തരത്തിൽ കോൺഗ്രസും BJP-യും തമ്മിലൊരു അവിശുദ്ധ കൂട്ടുകെട്ട് തെരഞ്ഞെടുപ്പുകളിലും അല്ലാതെയും ഒക്കെ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് വെളിപ്പെടുത്തുവാനോ അല്ലെങ്കിൽ അതിന് പിന്നാലെ പോയി അത് കണ്ടെത്തുവാനോ കോൺഗ്രസിനോ UDF-നോ സാധിച്ചിട്ടില്ല എന്നുള്ളതും വാസ്തവം തന്നെയാണ്. 2024 തൃശ്ശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM ഗുരുവായൂർ പോലെയുള്ള മണ്ഡലങ്ങളിൽ നിന്ന് 10,000-ൽ പരം വോട്ടുകൾ BJP-ക്ക് മറിച്ചു നൽകിയെന്നുള്ള വാർത്തകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആരോപണം കോൺഗ്രസ് പലതവണ ഉയർത്തിയിരുന്നു. അവിടുത്തെ തെരഞ്ഞെടുപ്പ് കണക്കുകൾ പരിശോധിക്കുമ്പോൾ അത് മനസ്സിലാക്കുവാൻ സാധിക്കുമെന്നും അവർ അവകാശപ്പെട്ടിരുന്നു. ഇപ്പോൾ 2021-ലെയും 2024-ലെയും സംഭവ വികാസങ്ങളെക്കാൾ കുറച്ചുകൂടി ആഴത്തിൽ CPM-ഉം BJP-യും തമ്മിൽ വലിയ ബന്ധമുണ്ട് എന്ന ആരോപണമാണ് ഉയർന്നു വരുന്നത്. ആ ആരോപണം ഉയർത്തുന്നത് BJP-യിൽ നിന്ന് കോൺഗ്രസിലേക്ക് എത്തിയ സന്ദീപ് വാര്യരാണ്. അദ്ദേഹം തൃശ്ശൂരിലെ കണക്കിനേക്കാൾ അപ്പുറത്തേക്ക് വെളിപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തിൻ്റെ തന്നെ പ്രവർത്തന മണ്ഡലമായ പാലക്കാട് ജില്ലയിലെ തൃത്താല നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യമാണ്. കോൺഗ്രസിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമായ തൃത്താലയിലെ സ്ഥാനാർത്ഥിയായി 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു പരാജയപ്പെട്ടു പോയ VT ബൽറാം വളരെ കുറഞ്ഞ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് പരാജയപ്പെട്ടു പോയത്. 3016 വോട്ടിൻ്റെ മാത്രം വ്യത്യാസത്തിലാണ് VT ബൽറാം MP രാജേഷ് എന്ന ഇപ്പോഴത്തെ ഇടതുപക്ഷ നേതാവിനോട് പരാജയപ്പെട്ടു പോയത്. അവിടുത്തെ ചില ധാരണാ രഹസ്യങ്ങളുടെ തെളിവുകളാണ് സന്ദീപ് വാര്യർ ഒരു പൊതുവേദിയിലൂടെ വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാം. കേരളത്തിൽ CPM BJP അന്തർധാര അത് ഇന്നലെയും തുടങ്ങിയതല്ല, ഒരുപാട് കാലമായി. 2021 തെരഞ്ഞെടുപ്പിന്റെ കാലത്തൊക്കെ ഈ പരിപാടിയുണ്ട്. തൃത്താലയിൽ ഞാൻ പറയാൻ 3500 വോട്ടാണ് മറിച്ചു കൊടുത്തത്. അതിന്റെ കായ് വാങ്ങി കീശയിലിട്ടവരൊക്കെ തൃത്താലയിൽ തന്നെ ഇരിക്കുന്നുണ്ട്, പാലക്കാട് ഇരിക്കുന്നുണ്ട്. നമ്മുടെ പാൽ സൊസൈറ്റി മുതൽ പാർലമെന്റ് വരെ മത്സരിക്കുന്നവനൊക്കെ കാശ് വാങ്ങിയിട്ടുണ്ട് VT ബൽറാമിനെ തോൽപ്പിക്കാൻ വേണ്ടി. ഇനി എനിക്ക് പറയാലോ, ഇപ്പോ കേരളത്തിൽ മന്ത്രിസ്ഥാനത്തിരിക്കുന്ന വ്യക്തി വിജയിച്ചു വന്നിട്ടുള്ളത് ഗണവേഷധാരികളായിട്ടുള്ള RSSകാർ പോളിംഗ് ബൂത്തിൽ പോയി വോട്ട് ചെയ്തത് കൊണ്ടാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് ബൽറാമിന്റെ തോൽവി ഒരു തോൽവിയേ അല്ല, ആ തോൽവിയിൽ ഒരു അന്തസ്സുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ RSSകാരന്റെ വോട്ട് എരന്ന് വാങ്ങിയിട്ടല്ല ബൽറാം ഇവിടെ ജയിക്കാൻ ശ്രമിച്ചത്. അവിടെ അങ്ങനെ വോട്ട് എരന്ന് വാങ്ങിയ ആളാണ് ഇവിടുന്ന് ജയിച്ചു പോയത്. ഇവിടെ മാത്രമല്ല, ഒരുപാട് മണ്ഡലങ്ങളിൽ കഴിഞ്ഞ തവണ കച്ചവടമായിരുന്നല്ലോ. എങ്ങനെയെങ്കിലും UDF അധികാരത്തിൽ വരുന്നത് തടയണം, കോൺഗ്രസ് അധികാരത്തിൽ വരുന്നത് തടയണം. ഇവിടെ പിണറായി വിജയൻ 3ാമത് വന്നാൽ പോലും കുഴപ്പമില്ല. ഞാന് കോൺഗ്രസിൽ ചേർന്നപ്പോ ഒരുപാട് സംഘികൾ എന്നോട് പറഞ്ഞത്, ഫോൺ വിളിച്ചിട്ടും അല്ലാതെയും മെസ്സേജിലൊക്കെ പറഞ്ഞത്, നിങ്ങൾ CPM-ൽ ചേർന്നിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇത്ര വിഷമം ഉണ്ടാവുമായിരുന്നില്ല, നിങ്ങൾ CPM-ൽ ചേർന്നിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇത്ര സങ്കടം ഉണ്ടാവില്ലായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, ഒരു ചേഞ്ചൊക്കെ വേണ്ടേ?
ഒരു ചേഞ്ച് വേണ്ട. ഞാനിപ്പോ BJP CPM പോയാൽ എന്ത് ചേഞ്ചാണുള്ളത്? രണ്ടും ഒരുപോലെയല്ലേ? മനുഷ്യൻ 10-20 വർഷക്കാലം ഒരു സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മളൊരു ചേഞ്ച് ആഗ്രഹിക്കൂലേ? ഞാൻ അന്ന് പറഞ്ഞു, ഞാൻ 20 വർഷം ഒരു ജീവപര്യന്തം അനുഭവിച്ചിട്ട് തൃശ്ശൂർ സെൻട്രൽ ജയിലിൽ കിടക്കുക. ഞാൻ നാളെ മുതൽ എനിക്ക് കണ്ണൂർ ജയിലിലേക്ക് മാറ്റം വേണമെന്നല്ല ആവശ്യപ്പെട്ടത്. എനിക്ക് പരോള് വേണം, എനിക്ക് എന്നെ പുറത്തിറക്കി വിടണം എന്നാണ് ആഗ്രഹിച്ചത്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ 2% വോട്ട് കുറഞ്ഞിട്ടുണ്ട് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃത്താലം നിയോജക മണ്ഡലത്തിൽ. ആ 2%വും ഇപ്പോൾ CPM ലഭിച്ചിട്ടുള്ള 3016 വോട്ട് എന്ന ഭൂരിപക്ഷവും പരിശോധിക്കുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഈ 2% BJPയുടെ വോട്ട് ഷെയർ അനുസരിച്ച് 3000-ലേക്ക് എത്തി നിൽക്കുന്ന ഒരു കണക്കാണ്. സന്ദീപ് വാര്യർ വെളിപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: പാലക്കാട്ടെ തൃത്താല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3500 വോട്ടുകളാണ് BJP CPM-ലേക്ക് മറിച്ച് നൽകിയത് എന്നുള്ളൊരു വെളിപ്പെടുത്തൽ. അതിനോടൊപ്പം തന്നെ കളമശ്ശേരിയിൽ 11,000 വോട്ടിൻ്റെ വ്യത്യാസത്തിൽ CPM വിജയിച്ചതിൻ്റെ പിന്നിലെ പ്രധാനപ്പെട്ട കാരണം BJPയുടെ വോട്ടുകൾ അങ്ങോട്ട് മറിഞ്ഞതാണ്. അങ്ങനെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് അത്ര എളുപ്പത്തിൽ കടന്നു കയറാൻ കഴിയാത്ത കേരളത്തിലേക്ക് CPM-ന്റെ സഹായം തേടുന്നു എന്ന വെളിപ്പെടുത്തലാണ് സന്ദീപ് വാര്യർ നടത്തുന്നത്. ഇത്തരത്തിൽ വിവിധ നിയമസഭാ മണ്ഡലങ്ങളിൽ BJP വോട്ടുകൾ CPM-ന് മറിച്ചു കൊടുത്തതുകൊണ്ടാണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് സ്വാധീനമേറെയുള്ള തൃശ്ശൂർ പോലെയുള്ള ലോക്സഭാ മണ്ഡലങ്ങളിൽ BJPക്ക് അനുകൂലമായി CPM അനുഭാവികളെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിച്ചത് എന്നൊരു ആരോപണം കൂടി ശക്തമായ രീതിയിൽ ഉയർന്നു വരുന്നുണ്ട്.